അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ നോമ്പ് കാലമല്ലേ, അപ്പൊ ഇന്നൊരു സ്വീറ്റ്സ് ഉണ്ടാക്കിയാലോ. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു പായസം, അതും ഓട്സ് കൊണ്ടൊരു പായസം. ആദ്യം ശർക്കര ഒന്ന് പാനിയാക്കി എടുത്ത് ഞാനൊരു 3-4 സ്പൂൺ ഓട്സ്, ഒരു 3-4 സ്പൂൺ ഓട്സ് എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കാന്ന് വെച്ചിട്ട് അടുപ്പത്ത് വെച്ച് ഞാൻ വൈറ്റ് ഓട്സ് ആണ് എടുക്കുന്നത്. ശർക്കര നന്നായിട്ട് ഒന്ന് പാനിയായതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ നോമ്പെടുക്കാമെന്ന് വിചാരിച്ച് ഇന്ന് രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പം പായസത്തിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വെച്ച് പായസമൊക്കെ ഉണ്ടാക്കി ഒരു 6 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നോമ്പിന് വേണ്ട എല്ലാം റെഡിയാക്കാന്ന് വെച്ച്. അപ്പം നമ്മൾ ഓട്സ് എടുത്തത് ഒന്ന് ചൂടാക്കി എടുക്കണം. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം 1 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് ഒന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ സേമിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് സേമിയ വറക്കില്ലേ നെയ്യിൽ, അതുപോലെ തന്നെ ഓട്സും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓട്സ് ഒന്ന് ചൂടായി. നമ്മൾ ഈ ഗോതമ്പ് പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഗോതമ്പ് ഒന്ന് വറുത്തിട്ടല്ലേ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുക. ഇത് ഗോതമ്പിന്റെ ഒരു മണം വരുന്നത് പോലെ സെയിം ആ ഒരു മണം ഇതിന് ഓട്സിൽ വരുന്നുണ്ട്. അപ്പം ഓട്സ് ഒന്ന് നെയ്യിലും കൂടി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം തേങ്ങാപ്പാലാണ് ഞാൻ യൂസ് ചെയ്തത്. ആദ്യം 2-ാം പാല് ഒഴിച്ച് അതിനകത്ത് ഓട്സ് ഒന്ന് വേവിച്ചെടുക്കുക ചെയ്തേ. അത് കഴിഞ്ഞിട്ട് ശർക്കര ഒഴിച്ചു. അതും കഴിഞ്ഞ് നമ്മുടെ ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയൊക്കെ ഇട്ട് അത് കഴിഞ്ഞിട്ട് ശർക്കര പാനിയൊക്കെ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട് 1-ാം പാല് വളരെ കുറച്ച് മാത്രം ചേർക്കുക ചെയ്തത്. നമ്മൾ 2-ാം പാല് ഒഴിച്ചിട്ട് ഓട്സ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നല്ല ടേസ്റ്റുമാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. ശർക്കര പായസമൊക്കെ ഇഷ്ടം ഉള്ളവർക്ക് പെട്ടെന്ന് സാധാരണ ശർക്കര പായസം ഉണ്ടാക്കുമ്പോൾ നല്ല ടൈം എടുക്കില്ലേ, ഇത് നമുക്കൊരു 5 മിനിറ്റ് 10 മിനിറ്റിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പായസമാണ്. അപ്പം നന്നായിട്ട് ഓട്സ് വെന്തതിന് ശേഷം ഞാൻ ശർക്കര പാനി കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ആദ്യം കുറച്ച് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ചേർത്തു. അപ്പോൾ ആ ഒരു കളറിനനുസരിച്ച് ഞാൻ ശർക്കര പാനി ചേർക്കുക ചെയ്തത്. ശർക്കരപ്പാനി ഒഴിച്ച് അതിൽ കിടന്നൊന്ന് വെന്തപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടിയും കുറച്ച് ചുക്കുപൊടിയും ചേർത്ത് കൊടുത്ത് അതിനുശേഷം നന്നായിട്ടൊന്ന് തിളച്ച് ഏകദേശം ഒന്ന് കുറുകുന്ന പരുവായപ്പോഴത്തേക്ക് 1-ാം പാല് കുറച്ച് ചേർത്ത് കൊടുത്ത് 1-ാം പാല് ചേർത്തതിന് ശേഷം അധികം നേരം അടുപ്പത്ത് വെച്ചില്ല, ഒന്ന് ഇളക്കി ഒന്ന് ഇതാക്കിയിട്ട് തീ ഓഫാക്കി എടുക്കുക ചെയ്തത്. പായസത്തിന്റെ തീ ഓഫാക്കിയതിന് ശേഷം ഒരു ചെറിയ പാൻ വെച്ചിട്ട് 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്ത് എന്റെ കയ്യിൽ കിസ്മിസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കാഷ്യൂനട്ട് ഇല്ലായിരുന്നു. തേങ്ങാക്കൊത്ത് ഒന്നും ഇല്ലായിരുന്നു. ഇല്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ട് തേങ്ങാക്കൊത്ത് എടുത്തിട്ട് അതും കൂടി വറുത്തിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഞാൻ കിസ്മിസ് മാത്രം ഉള്ളതുകൊണ്ട് അത് മാത്രം നെയ്യിലൊന്ന് വറുത്ത് ചേർത്ത് അങ്ങനെ നല്ല സ്വാദിഷ്ടമായ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ചെറിയ സ്നാക്സ് ഉണ്ടാക്കാൻ പോവാണ്. അത് യൂട്യൂബിൽ കണ്ടൊരു വീഡിയോ ആണ്. പക്ഷെ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോൾ ചെറുതായിട്ട് ചീറ്റിപ്പോയായിരുന്നു. പക്ഷെ ഓക്കെ, കുറച്ചുകൂടെ മൈദപ്പൊടിയൊക്കെ ചേർത്തുണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ്. അതെനിക്ക് പറ്റിയ മിസ്റ്റേക്കാണ്. അത് ഈ പറഞ്ഞ അളവ് പോലല്ല, ഞാൻ പരീക്ഷയ്ക്കായതുകൊണ്ട് കുറച്ച് മാത്രം ഇട്ടാ ചെയ്തത്. അപ്പോൾ ആദ്യം പഞ്ചസാര നെയ്യും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാനൊരു 3-4
സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു 2-3 സ്പൂണോളം നെയ്യും എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് ശരിക്കും ആ വീഡിയോയിൽ ഇത് രണ്ടും കൂടി ഏകദേശം നന്നായിട്ട് മെൽറ്റ് ആയതിന് ശേഷമായിരുന്നു മൈദപ്പൊടി ഇടുന്നത്. ഞാൻ മെൽറ്റ് ആകാനൊന്നും നിന്നില്ല. ഇത് മിക്സ് ചെയ്തിട്ട് മൈദപ്പൊടി ഇട്ട് ഇളക്കുക ചെയ്ത്. ഇതിലേക്ക് ലേശം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെയായിരുന്നു എനിക്ക് ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയത്. ഞാൻ മൈദപ്പൊടി ഇട്ടത് ശരിക്കും ആദ്യം കുറഞ്ഞു പോയി. അപ്പോൾ അത് കഴിഞ്ഞ് ഉണ്ടാക്കി നോക്കിയപ്പോഴത്തേക്ക് ശരിയായില്ല. അപ്പോഴാണ് വീണ്ടും കുറച്ചുകൂടെ മൈദപ്പൊടി ഇട്ട് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുത്തത്. ഭയങ്കര ടേസ്റ്റായിരുന്നു ഈ സ്നാക്സിന്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. കുറച്ച് ക്രിസ്പി ആയിട്ടും ഇരിക്കും. അത് നല്ല സ്വീറ്റാണ്. അടുപ്പത്തൊരു പാൻ വെച്ചിട്ട് ഇത് ശരിക്കും പരത്തി എടുത്തിട്ട് നമ്മൾ ഈ വെട്ട് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്യുന്നത് പോലെ കട്ട് ചെയ്തെടുത്തിട്ടായിരുന്നു. എനിക്കങ്ങനെ മൈദപ്പൊടി കുറഞ്ഞത് കൊണ്ട് തന്നെ പരത്താൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറക്കാൻ സമയമായപ്പോഴത്തേക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഡേറ്റ്സ് ഒക്കെ വെച്ച് നോമ്പ് തുറന്നു. അപ്പോഴത്തേക്ക് മനുവിടെ ബിരിയാണിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. മനു ക്ലീനിങ്ങിലാണ്, പാത്രമെല്ലാം കഴുകി വെക്കലാണ്. മനു നന്നായിട്ട് കുക്ക് ചെയ്യും. മിൻറ്റ് ലൈമായിരുന്നു ഉണ്ടാക്കിയത്. ഒരു ചെറിയ മിൻറ്റിൻ്റെ 2 ഇലയൊക്കെ ഇട്ട് ലൈം ഇതിനകത്ത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക ചെയ്തത്. അത് കഴിഞ്ഞപ്പം നമ്മൾ സ്നാക്സ് ഇതായിരുന്നു ആ സ്നാക്സ്. ലുക്കില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓട്സ് പായസം ഇച്ചിരി കുറുകിപ്പോയായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കുന്ന ടൈം ആയപ്പോഴത്തേക്ക്. അങ്ങനെ ബിരിയാണി, സാലഡ് എല്ലാം വെച്ചിട്ട് കഴിച്ചു. ഇന്ന് ഇത്രയേ ഉള്ളായിരുന്നു വിശേഷം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. ടേക്ക് കെയർ. ബൈ.